നമസ്കാരം, ഞാൻ രശ്മി. തനിമ സ്പെഷ്യൽ ന്യൂസ്. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് നാടിന് തന്നെ മാതൃകയാവുകയാണ്. മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ്, മാനേജിംഗ് ഡയറക്ടർ ജ്യോതി സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്കായി മാതാ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്വന്തം വീടുകളിൽ നിന്നും ആഹാരം കൊണ്ടുവരികയും മെഡിക്കൽ കോളേജ് പരിസരത്തും തമ്പാനൂരിന്റെ പരിസരങ്ങളിലും പൊതിച്ചോറ് വിതരണം നടത്തുകയും ചെയ്തു. പൊതിച്ചോറ് വിതരണം ഉദ്ഘാടനം മുഖ്യാതിഥിയായി എത്തിയ ട്രാവൽ ഇൻഫ്ലുവൻസറായ മുകേഷ് എം നായർ ഉദ്ഘാടനം ചെയ്തു. യോഗാ ദിനത്തിൽ കത്തിപ്പാറ സ്നേഹഭവൻ ഡിസബിലിറ്റി സെന്ററിലെ അന്തേവാസികളായ കുട്ടികൾക്ക് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ശേഖരിച്ച ആഹാര സാധനങ്ങൾ അവർക്ക് കൈമാറുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. മാതാ കോളേജ് സ്റ്റുഡൻസും അധ്യാപകരുമായിട്ട് ജിജി മാമിനും വെള്ളർത്ത കത്തിപ്പാറ സ്നേഹഭവനിലോട്ട് പോവുകയാണ്. അവിടെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് കളക്ട് ചെയ്തിട്ട് കുട്ടികൾ ഇവിടെ സ്റ്റുഡൻസ് എല്ലാം കൂടി ആണ് പുറത്തിറങ്ങി കളക്ട് ചെയ്ത് അതുമായിട്ടാണ് പോകുന്നത്. ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജിജി മാമിനോടൊപ്പം കത്തിപ്പാറ ഡിസബിലിറ്റി സെന്ററിലാണ് പോകുന്നത്. മാം ചെയ്യുന്ന ഈ പുണ്യപ്രവർത്തനത്തിൽ ഞങ്ങൾക്കൊരു കൈസഹായം നൽകുവാനിടയായി. ഞങ്ങളും ഒത്തിരി സ്ഥലത്തു നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്യുവാനും അവർ ചെയ്യുന്ന ആ കുട്ടികളോടൊപ്പം ഒന്നിച്ച് സന്തോഷിക്കാനും മാമിനോടൊപ്പം ഞങ്ങൾ പോവുകയാണ്. സമൂഹത്തിന് ആപത്താണെന്ന് മുദ്രാവാക്യമുയർത്തി മാതാ കോളേജിന് കീഴിലുള്ള കള്ളിക്കാട് ഹെലൻസ് ഹോസ്പിറ്റലിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം സംഘടിപ്പിക്കുകയും ഫ്ലാഷ് മൂവർ സ്റ്റിക്ക് ജില്ലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പോലീസ് നേതൃത്വം നൽകുന്ന ധാരാളം പരിപാടികൾ നടന്നു കഴിഞ്ഞു. നമ്മുടെ കലാലയങ്ങളിൽ, പ്രത്യേകിച്ചും നമ്മുടെ ലയോള സ്കൂള്, ചിന്താലയ തുടങ്ങിയ സ്കൂളുകളിൽ രാവിലെ തന്നെ നമ്മുടെ പോലീസുമായി പങ്കെടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും മറ്റു കാര്യങ്ങളും എല്ലാം രാവിലെ നടക്കുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ ഈ യൂത്തിന്, അതായത് ഇന്ന് കലാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാരകമായ ഒരു കടന്നുകയറ്റമാണ് ഇന്ന് ലഹരി മാഫിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഈ ബ്രോക്കൺ ഫാമിലിയിലെ കുട്ടികൾ, അല്ലാതെ ഈ മറ്റ് കോളനികൾ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തപ്പെടുന്ന വിദ്യാർത്ഥിനികളൊക്കെ ഈ മാഫിയയ്ക്ക് പെട്ടെന്ന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിപ്പ ചെറുപ്പമില്ല, ഈ വലിയ വീട്ടിൽ നിന്ന് വരുന്നവരോ അല്ലെങ്കിൽ ചെറിയ വീട്ടിൽ നിന്ന് വരുന്നവരോ എന്നുള്ള വ്യത്യാസമില്ലാതെ പെട്ടെന്ന് ഈ ലഹരിക്ക് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാതാ കോളേജിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. കാട്ടാക്കട MLA IB സതീഷ് ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. 3 വയസ്സുള്ള മുഹമ്മദ് തസ്മീർ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അനിവാര്യമാവുന്ന ഒരു രോഗാവസ്ഥയിലാണ്. ആ കൊച്ചുമോനെ സഹായിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മളെല്ലാം ഏറ്റെടുക്കണം എന്ന സന്ദേശമാണ് ഇവിടെ മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നൽകുന്നത്. മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി സംഘടിപ്പിക്കാൻ പോകുന്ന സയൻസ് ഫെസ്റ്റിൻ്റെ പ്രവർത്തനത്തിനിടയിലാണ് മുഹമ്മദ് തസ്മീറിനെ സഹായിക്കാനുള്ള പ്രവർത്തനവും ഏറ്റെടുക്കുന്നത്. ഇന്നിവിടെ ബിരിയാണി ചലഞ്ച് നടത്തി പരമാവധി തുക സംഭരിക്കാനാണ് ഈ സ്ഥാപനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥിനികളും ചേർന്ന് ശ്രമം തുടങ്ങുന്നത്. നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് തസ്മീറിൻ്റെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാട്ടാക്കടയിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇവിടെ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ച്.
മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വലിയൊരു ചാരിറ്റി പ്രവർത്തനമാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വലിയ ഒരു ഈവൻറ്റ് ലിയ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഞങ്ങൾ നടത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ കിള്ളിയിലെ മുഹമ്മദ് തസ്മീർ എന്ന 3 വയസ്സുകാരൻ്റെ ചികിത്സയുമായിട്ട് ഞങ്ങൾക്ക് അറിയുവാനിടയായത്. ഇതിനിടയിൽ ഒരുപാട് ചാരിറ്റി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോളേജിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഞങ്ങളുടെ ട്രസ്റ്റ് ഭാരവാഹികളും എല്ലാം കൂടെ ചേർന്ന് നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്തു. നമുക്ക് ഒരു ബിരിയാണി ചലഞ്ച് വെച്ചിട്ട് അതിൽ കിട്ടുന്ന തുക നമ്മുടെ ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനായിട്ട് ഇന്നലെ മുതൽ ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി. ഈ ബിരിയാണിയൊക്കെ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി ഇവിടെ എത്തി. നമ്മുടെ MLA IV സതീഷ് സാറാണ് ഉദ്ഘാടനം ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. ഈ ബിരിയാണി വിറ്റ് കിട്ടുന്ന ഈ എമൗണ്ട് ഞാൻ എൻ്റെ ആ കുട്ടിക്ക് വേണ്ടി, ആ ചികിത്സയിലാകുന്ന ആ കുട്ടിക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാട്ടാക്കട കിള്ളി കൂന്താണിയിൽ തൗഫീഖ് എന്നയാളുടെ മകൻ 3 വയസ്സുകാരനായ കുട്ടി ക്യാൻസർ ബാധിതനായി ഇപ്പോൾ ചികിത്സയിലാണ്. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചികിത്സയ്ക്ക് സാധാരണ തുക മതിയാവില്ല. ഏതാണ്ട് 60 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഈ ചികിത്സയ്ക്ക് വേണ്ടി ആവുന്നുണ്ട്. അത് സാധാരണക്കാരായ ആ കുടുംബത്തിന് ഒരിക്കലും അത്രയും തുക എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും, രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ തന്നെ എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യം സഹകരിച്ചുകൊണ്ട് ആ നാട്ടിലൊരു ബിരിയാണി ചലഞ്ച് നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 2-2.5 ലക്ഷത്തോളം രൂപ അവർ സമാഹരിച്ചിരിക്കും. അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും ചേർന്ന്. അപ്പോൾ അങ്ങനെ സമാഹരിച്ച സമയത്ത് ഇങ്ങനെ ഒരു കാര്യം മാതാ കോളേജിൻ്റെ അധികൃതരും അറിയുകയും അവരും ആ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അവർ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ പല കാര്യങ്ങളായി ചെയ്തു വരികയാണ്. സേവന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ കാര്യവും ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അതിന് യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ, ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ തുക സമാഹരിച്ച് ഈ കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായ ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരെ കൂടി ഈ സമയത്ത് അഭിനന്ദിച്ചു കൊള്ളുന്നു. ഈ മെഡിക്കൽ ഫെസ്റ്റ് 2024 കോർഡിനേറ്ററാണ്. തികച്ചും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വലിയൊരു വിഷയവുമായിട്ടാണ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാൻ കഴിയും, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒത്തിരിയേറെ സാമൂഹിക നന്മയ്ക്കായിട്ടുള്ള വിഷയം തിരഞ്ഞെടുത്ത് ഇന്ന് വളരെ പ്രതിബദ്ധത സൃഷ്ടിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ജിജി മാമിൻ്റെയും ഡോക്ടർ ജ്യോതി സുഭാഷ് സാറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഉത്തരവാദിത്വം മാതാ കോളേജ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ മാതാ കോളേജിലെ സ്റ്റുഡൻസാണ്. ഞങ്ങളിന്നിവിടെ കൂടിയിരിക്കുന്നത് മുഹമ്മദ് തസ്മീർ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിൻ്റെ ആവശ്യവുമായി ചികിത്സയുടെ ഭാഗവുമായിട്ടാണ്. ഞങ്ങൾ ഞങ്ങളുടെ ജിജി മാമിനോടൊപ്പം ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തു വരുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ പബ്ലിക് പ്രയോറിറ്റി രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുവാണ്. അതിന് ജിജി മാമിനോടൊപ്പം ഒരു ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം ഇഷ്ടപ്പുറയിൽ ഒത്തിരിയേറെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗമായി ഞങ്ങൾ ഇടയായി. അപ്പോൾ ഇതിലെല്ലാവരും സഹകരിക്കുക, പങ്കെടുക്കുക. കിട്ടുന്ന എമൗണ്ട് ആ കുടുംബാലിന് ചികിത്സയ്ക്കായി ഞങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. ബിരിയാണി ചലഞ്ചിലൂടെ 3 വയസ്സുകാരന്റെ കുടുംബത്തിന് ചികിത്സയ്ക്കായി 25,000 രൂപ കൈമാറിയതായി മാനേജ്മെന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് മെഡിക്കോ ഫെസ്റ്റ് എന്ന പ്രോഗ്രാമിലൂടെ സംഘടിപ്പിക്കുന്നതെന്ന് മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് പറഞ്ഞു. സമൂഹത്തിൽ തന്നെ മറ്റുള്ള കോളേജുകൾക്ക് ഒരു മാതൃകയാവുകയാണ് മദർ തെരേസ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി കുട്ടികളാണ് അഡ്മിഷനു വേണ്ടി എത്തിച്ചേരുന്നത്. മാതാ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. കാട്ടാക്കടയിലും മലപ്പുറത്തും നിലവിൽ കോളേജിന് പ്രവർത്തനം നടക്കുന്നുണ്ട്. ബാക്കി ജില്ലകളിലേക്കും കോളേജിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി തീരുമാനങ്ങൾ ചർച്ച ചെയ്യുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ജ്യോതി സുഭാഷ് പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കോർഡിനേറ്റർ അലക്സും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിലുമാണ്. കോളേജിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ.